കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ നമുക്ക് നിർവചിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. സ്നേഹത്തിൽ ആനന്ദിക്കാനുള്ള ഇടമാണ്. ദൈവം അതിനുവേണ്ടി സംവിധാനം ചെയ്തിരിക്കുന്ന മേഖലയാണ് കുടുംബം എന്ന് പറയുക. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ വിവിധ ഭാവങ്ങളെ കുടുംബത്തിലാണ് നമ്മൾ ആവിഷ്കരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. സ്നേഹത്തിന് വിവിധ ഭാവങ്ങളുണ്ട്, നമുക്കറിയാം. അത് മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും അയൽവാസികളും എല്ലാം ചേരുന്ന ഒരു വിവിധ തരത്തിലുള്ള സ്നേഹത്തിൻ്റെ ഭാവങ്ങളാണ്, അല്ലേ? അപ്പൻ്റെ സ്നേഹവും അമ്മയുടെ സ്നേഹവും ഒരുപോലെയാണോ? ആണോ അല്ലയോ? അല്ല. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള സ്നേഹം, സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം, ഇതെല്ലാം ഒരുപോലെയാണോ? എല്ലാം വ്യത്യാസമാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം സംവിധാനം ചെയ്തിരിക്കുന്നതാണ് സ്നേഹത്തിൻ്റെ വിവിധ മുഖങ്ങൾ. അത് പലതരത്തിലൂടെ കുടുംബത്തിൽ പ്രകടമാക്കി കുടുംബത്തിൽ സ്നേഹത്തിൻ്റെ ലയം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അപ്പൻ്റെ സ്നേഹം അപ്പൻ്റെ സ്നേഹമായിട്ട് പോകണം, അമ്മയുടെ സ്നേഹം അമ്മയുടേതായിട്ട് പോകണം. പിള്ളേർക്ക് ചില സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാകും, ഒരു ചെറിയ സംശയം ഉണ്ടാകും. ചില സമയത്ത് അമ്മ അപ്പനാകാൻ തുടങ്ങും, അല്ലേ? അപ്പൻ്റെ കളിയൊക്കെ കളിക്കും അമ്മ, അപ്പനോ അമ്മയുടെ കളി കളിക്കും. ഭയങ്കര കൊഞ്ചീരാണ്, ഭയങ്കര സ്നേഹമാണ്. പക്ഷേ ചില സമയത്ത് അപ്പനാകും. അപ്പോൾ അപ്പനും അമ്മയും അവരുടെ റോള് നിർവഹിക്കണം. തിരിഞ്ഞു അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുമ്പോഴാണ് കുട്ടികൾക്ക് ആകെ പ്രശ്നം ഉണ്ടാകുന്നത്. ചില സമയത്ത് അപ്പൻ ഒരുപക്ഷെ വിദേശത്താണ്, അമ്മ കുറേ സമയം അമ്മയായിട്ടിരിക്കും, കുറച്ച് കഴിയുമ്പോൾ അപ്പനായിട്ട് മാറും. അല്ലെങ്കിൽ അമ്മ വിദേശത്താണ്, അപ്പൻ കുറേ സമയത്ത് അപ്പനായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ അമ്മയായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയെല്ലാം നമ്മൾ പല റോളുകളൊക്കെ എടുക്കേണ്ടി വരും. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം അത് കുടുംബത്തിൽ ശരിയായ രീതിയിൽ ആവിഷ്കരിക്കുമ്പോഴാണ് ആ കുടുംബത്തിലെ മക്കൾക്ക് ശരിയായ ഒരു രൂപീകരണം ലഭിക്കുന്നതെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ സ്നേഹത്തിൻ്റെ വിവിധ ഭാവങ്ങൾ ആവിഷ്കരിക്കണം. അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് സൂര്യനെ പോലെയാണെന്ന് പറയും. സൂര്യന് പ്രത്യേകത എന്താണ്? ചൂടുണ്ടല്ലേ? ചൂട് കൂടി വരുന്നുണ്ട് സൂര്യന്, അല്ലേ? അപ്പൻ്റെ സ്നേഹം കൂടിക്കഴിയുമ്പോൾ എന്തുണ്ടാവും? ചൂട് കൂടും. അപ്പോഴാണ് വടിയെടുക്കുന്നത്, അല്ലേ? അപ്പോൾ അമ്മയുടേത് ചന്ദ്രൻ്റേത് പോലെയാണെന്ന് പറയുന്നത്. വെളിച്ചമുണ്ട്, പക്ഷേ ചൂടില്ല, ശരിയല്ലേ? അപ്പോൾ ഈ ചൂട് കൂടി അപ്പൻ വടിയെടുക്കുമ്പോൾ മക്കൾ എങ്ങോട്ടാണ് ഓടുന്നത്? സൂര്യൻ്റെ അടുത്തുനിന്ന് ചന്ദ്രൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ അവിടെ ഒലക്കയുമായിട്ട് അമ്മ നിൽക്കുകയാണെങ്കിലോ ശരിയാവുമോ? ഇല്ല. അപ്പോൾ ഈ ചൂട് കൂടുമ്പോൾ ഓടി ചന്ദ്രൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വാ മോനെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനായിട്ട് ആരവിടെ ഉണ്ടാകണം? അമ്മ അവിടെ ഉണ്ടാകണം. അതിനാണ് ദൈവം അങ്ങനെ സ്നേഹത്തിന് വിവിധ മുഖങ്ങളെ രൂപപ്പെടുത്തുന്നത്. കുടുംബത്തിൽ അങ്ങനെയാണ്. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നു. അവരെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? അവരെ പരിപാലിച്ചുകൊണ്ടാണ്, അവരെ തിരുത്തിക്കൊണ്ടാണ്, അവരെ പഠിപ്പിച്ചുകൊണ്ടാണ്, അവർക്ക് വേണ്ട കാര്യങ്ങൾ നൽകിക്കൊണ്ടാണ്. അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം മക്കളിലേക്ക് ഒഴുകുന്നത് അവരോട് കാണിക്കുന്ന അവരുടെ വാത്സല്യത്തിലൂടെയാണ്. എന്നാൽ മക്കളുടെ സ്നേഹം എങ്ങനെയാണ് അവർ പ്രകടിപ്പിക്കുന്നത്? അവർ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് അനുസരിച്ച് അവരോട് സ്നേഹപൂർവ്വം വർത്തിച്ചുകൊണ്ടാണ് മക്കൾ മാതാപിതാക്കളുടെ സ്നേഹം പ്രകാശിപ്പിക്കുന്നത്. മാതാപിതാക്കൾ മക്കളോട് കാണിക്കുന്ന പോലെ മക്കളും കാണിച്ചാലോ ശരിയാവുമോ? ശരിയാവില്ലയോ? ഇപ്പം അങ്ങനെയാണ് പരിപാടി. ഇപ്പം മാതാപിതാക്കൾക്ക് പകരം മക്കൾ മാതാപിതാക്കളെയാണ് പരിപാലിക്കുന്നത്, അല്ലേ? കൊച്ചുമക്കളാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, ശരിയല്ലേ? ഇപ്പോൾ കൊച്ചു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു പറഞ്ഞാണ് പപ്പായ്ക്കും മമ്മിക്കും പഴയ പോലെ ഒന്നും അനുസരണം ഇല്ലെന്ന്. വലിയ ഉള്ളിയാണ്, 2 ക്ലാസ്സിലെത്തിയതേ ഉള്ളൂ. പഴയ പോലെ ഒന്നും പപ്പായ്ക്കും മമ്മിക്കും ഒന്നും അനുസരണം ഇല്ലെന്ന് പറഞ്ഞത് ഭയങ്കര വിഷമത്തോടെയാണ് പറയുന്നത്. അപ്പോൾ പിള്ളേരാണിപ്പോൾ അനുസരിപ്പിക്കുന്നത്. അപ്പോൾ പിള്ളേരുടെ സ്നേഹം അവരുടെ അനുസരണത്തിലൂടെ പ്രകടിപ്പിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലേ? കൊച്ചു നല്ല കൊച്ചാണ്, തങ്കപ്പെട്ട കൊച്ചാണ്, പക്ഷെ പറഞ്ഞാലൊന്നും കേൾക്കില്ല എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അപ്പോൾ മക്കളെ അവരുടെ സ്നേഹത്തെ നമ്മൾ വിലയിരുത്തുന്നത് മാതാപിതാക്കളുടെ സ്നേഹത്തെ അവർ സ്വീകരിച്ചുകൊണ്ടും അതിനെ അംഗീകരിച്ചുകൊണ്ടും പോകുമ്പോഴാണ്. അപ്പോൾ മക്കൾ നേരെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അതാണ് ഈ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം, അല്ലേ? ഡോ എന്ന് വിളിക്കും ആരെ? അപ്പനെ. ഡീ എന്ന് വിളിക്കും ആരെ? അമ്മയെ. അങ്ങനെയാണ് ഡാ ഡീ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അവരാണ് കമാൻഡിങ്, അല്ലേ? എല്ലാം ചലിപ്പിക്കുന്നത് മക്കളാണ്. അപ്പോൾ അവരെ തിരുത്താനായിട്ട് ആർക്കും പറ്റുന്നില്ല. അപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ പരിശീലിപ്പിക്കാത്തതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ പിടിച്ചാൽ കിട്ടിയല്ല. അതുകൊണ്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലെ മുതൽ പരിശീലനവും തിരുത്തലുകളൊക്കെ കൊടുക്കുന്ന എന്താണ്? അവരോട് സ്നേഹമാണ്, അവരോടുള്ള വാത്സല്യമാണ്. അല്ലെങ്കിൽ ഇച്ചിരി കഴിഞ്ഞാൽ പിന്നെ കിട്ടിയല്ല. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ചെറുപ്പത്തിൽ അവരെ അഴിച്ചു വിടും, എന്നിട്ട് ഇച്ചിരി പ്രായമായി കഴിയുമ്പം പിടിച്ച് മുറുക്കാൻ നോക്കും. നടക്കുമോ?
നടക്കുകയല്ലേ ഇപ്പോൾ കാണുന്ന മുഴുവൻ അതാണ്. അത് കഴിഞ്ഞിട്ട് അവസാനം ആർക്കാണ് പണി മുഴുവൻ നമുക്ക് അച്ഛാ തലയിലൊന്ന് കൈവച്ച്. ആരുടെ തലയിലാണ് കൈവെക്കണ്ടേ? വെറുതെ വെച്ചാൽ പോലെ നല്ലത് കൊടുക്കുക ചെയ്യണ്ടേ, കാരണവന്മാർക്കിട്ട് അവർക്ക്. അപ്പോൾ ചെറുപ്പത്തിൽ അവരെ വേണ്ട പരിശീലനം കൊടുക്കാതെ അവർ ഇച്ചിരി മൂത്ത് കഴിയുമ്പോൾ പിന്നെ തലയെ കൈവച്ചുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, കൈവെക്കേണ്ടത് വേറെ ആൾക്കാർക്കാണ്. അപ്പം അതുകൊണ്ട് മക്കൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം കൊടുക്കുക, അത് ചെറുപ്പത്തിലെ തന്നെ കൊടുത്ത് പരിശീലിപ്പിക്കുക എന്നുള്ള മാതാപിതാക്കൾ കടമ. നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു പ്രായമുണ്ട്, 5 വയസ്സിന് മുകളിൽ പിന്നെ കൈ നിൽക്കില്ല, അതിനു മുമ്പേ പരിശീലിപ്പിക്കണം, നമ്മുടെ പിടിയിൽ നിൽക്കണം. ഇപ്പം നിങ്ങൾ പ്രായമായവർ വിചാരിക്കും ഞങ്ങളോട് എന്തിനാ ഇതൊക്കെ, നിങ്ങളുടെ കയ്യിലേക്ക് ഇനി പിള്ളേരെയൊക്കെ കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ കാരണവന്മാർ വല്യമ്മമാർ വല്യപ്പന്മാരാണ് പിള്ളേരെ വളർക്കുന്ന മുഴുവൻ. അതുകൊണ്ടാണ് അച്ഛൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. അല്ലെ നിങ്ങളുടെ മുഖത്ത് നോക്കി ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഞങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞാലേ മറ്റതാണ് എല്ലാവരുടെയും ഇരിപ്പ് തന്നെ. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ ഓർത്തിരിക്കണം, നിങ്ങളുടെ കൈകളിൽ ഇപ്പോൾ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരാണ് യഥാർത്ഥത്തിൽ പരിശീലനത്തിന് ഏറ്റവും ആദ്യത്തെ ഘട്ടത്തിലുള്ളവർ. ഈ സമയത്ത് പിടിച്ചാൽ കിട്ടും, ഈ സമയത്ത് കൊടുക്കുന്ന അവരുടെ മനസ്സിൽ നിൽക്കും, ഈ സമയത്ത് കിട്ടുന്ന വിശ്വാസമേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അവസാനം മരിക്കാൻ സമയത്ത് നമുക്ക് ഉണ്ടാവുന്നത്, അവസാനം ഉണ്ടായിരിക്കുന്നത് അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന മാത്രമാണ്. മരിക്കാൻ സമയത്ത് അവസാനം നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഈശോ മിശിഹ മരിക്കാൻ സമയത്ത് എന്താ പറഞ്ഞത്? പിതാവേ നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. എന്താണത്? സങ്കീർത്തനം എല്ലാ ദിവസവും വൈകുന്നേരം യഹൂദന്മാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണത്. അമ്മ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണത്. മരിക്കാൻ നേരത്ത് വേറെ ഒന്നും കിട്ടിയല്ല, ആകെ ഓർമ്മ കിട്ടുന്ന എന്താണ്? അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് അവരെ ചെറുപ്പത്തിലെ തന്നെ രൂപീകരണം കൊടുത്തുകൊണ്ട് വളർത്താനുള്ള ഒരു കടമ. ഞാനോ കഷ്ടത അനുഭവിച്ചു, എൻ്റെ പിള്ളേരാരും കഷ്ടപ്പെടരുത്, ഇതാണ് ഇപ്പോഴത്തെ കാരണവന്മാരുടെ ഒരു പോളിസി അല്ലേ. നല്ല പോളിസിയാണ്. ഞാനോ കഷ്ടത അനുഭവിച്ചു, എൻ്റെ മക്കളോ എൻ്റെ കൊച്ചുമക്കളോ ആരും ഒരു കഷ്ടപ്പാടും അനുഭവിക്കാനായിട്ട് പാടില്ല, അതിനുവേണ്ടി ഞാൻ എന്ത് കഷ്ടപ്പാട് വേണേൽ സഹിച്ചോളാം. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് മക്കൾക്ക് യാതൊരു തരത്തിലുള്ള കഷ്ടപ്പാടും ഉണ്ടാകരുത് വിചാരിച്ച് അവരെ സ്വർണ്ണക്കരണ്ടിയിൽ തന്നെ തീറ്റ കൊടുത്ത് വളർത്തുന്ന മാതാപിതാക്കൾ ഓർത്തോളുക, നിങ്ങൾക്ക് ഏറ്റവും വലിയ കഷ്ടം ഉണ്ടാക്കുന്ന ആരായിരിക്കും? ഈ മക്കളായിരിക്കും. കഷ്ടപ്പാടുകൾ അറിഞ്ഞ് ജീവിക്കണം. നിങ്ങളുടെ കുടുംബത്തിലെ കഷ്ടപ്പാട് നിങ്ങളുടെ മക്കളും ഷെയർ ചെയ്യണം, അവരും അതറിയണം. അവർക്ക് വേണ്ടതൊക്കെ നിങ്ങൾ കൊടുത്തോളൂ, അവരെ കാര്യമായിട്ട് പരിപാലിക്കും. പക്ഷേ നിങ്ങൾ കൊടുക്കുന്നതോടൊപ്പം നിങ്ങളുടെ ആ കുടുംബജീവിതത്തിലെ ആ സങ്കടങ്ങളും അവർ ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം. ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞ് വളരണം പിള്ളേർ. അതുകൊണ്ടാണ് ചെറുപ്പം തൊട്ടേ അവരെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കണം. അതിനുവേണ്ടി അവർ ഇച്ചിരി ബുദ്ധിമുട്ടിയാണെങ്കിലും ചെയ്യണം. അങ്ങനെ ചെയ്ത് പഠിപ്പിക്കണം അവരെ. അല്ലാതെ പിള്ളേർ എന്നാ പറഞ്ഞാൽ ഊ എന്നും പറഞ്ഞ് ഇങ്ങനെ അങ്ങ് തേരവാലെ പോയാൽ പോരാ, എല്ലാത്തിനെയും കഴിച്ചു വിട്ടിരിക്കുകയാണ്. മനസ്സിലായോ? അത് കഴിഞ്ഞ് അവസാനം എല്ലാം തലയിൽ കയറി കളിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമെന്ന് പറയുന്നത് വെറുതെ എല്ലാം അനുവദിച്ചു കൊടുക്കുന്നതല്ല. പ്രഭാഷകൻ പറയുന്നുണ്ട്, നിന്റെ പുത്രിയെ നീ വേണ്ട രീതിയിൽ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ അവൾ നിനക്ക് അപമാനം വരുത്തി വയ്ക്കും. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹം അതിൻ്റെ വിവിധ ഭാവങ്ങളിൽ ആവിഷ്കരിപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നത്, അത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അതിൻ്റെ ഒരു റോളുണ്ട്. ആ റോള് കൃത്യമായി നിർവഹിക്കുക, അതിൻ്റെ രീതിയിൽ തന്നെ അത് നിർവഹിക്കപ്പെടാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ കുടുംബത്തിൽ സ്നേഹത്തിൻ്റെ ആവിഷ്കാരം അങ്ങനെയാണ്. സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമുണ്ട് അല്ലേ? മക്കൾ തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്നു, ആങ്ങളെ പെങ്ങന്മാരെ സ്നേഹിക്കുന്നു, ചേട്ടനും അനിയനും സ്നേഹിക്കുന്നു. ആ സ്നേഹമൊക്കെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യം, സൗഹൃദം, അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വിശുദ്ധ പറയുന്നത്. അത് ദൈവത്തിന് ആനന്ദകരമായ കാര്യമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് കുടുംബത്തിൽ മക്കളില്ല, സഹോദരങ്ങളില്ലെങ്കിൽ സഹോദര സ്നേഹത്തിൽ വളരാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് കുടുംബത്തിൽ മക്കളുണ്ടാകണം. സഹോദരങ്ങൾ തമ്മിലുള്ള കൊണ്ടും കൊടുക്കലും അടിയും പിടിയും ഇതെല്ലാം സ്നേഹത്തിലൂടെ വളരാനുള്ള അവസരമായിട്ട് ദൈവം കൊടുക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മക്കളുടെ സ്നേഹം ദൈവം ആഗ്രഹിക്കുന്നതാണ്. മാതാപിതാക്കൾ, മക്കള്, കുഞ്ഞുങ്ങള്, നിങ്ങൾ ദൈവം തരുന്നതിനെ സ്വീകരിക്കണം. അവരെ കൂടുതൽ മക്കളുണ്ടായി പ്രോത്സാഹിപ്പിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അപ്രകാരമുള്ള നമുക്ക് പറ്റിയ തെറ്റുകൾ തിരുത്താനുള്ളൊരു കാലഘട്ടം കൂടിയാണ്. പല ദമ്പതികളും പറയാറുണ്ട്, ഞങ്ങൾക്ക് 2 മക്കളായി, മൂന്നാമത് ഒന്നിനെ അമ്മായിപ്പൻ സമ്മതിക്കുന്നില്ല, അപ്പൻ സമ്മതിക്കുന്നില്ല, അമ്മ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മതി എന്നാണ് പറയുന്നത്. വലിയ അപരാധമാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ. മനസ്സിലായോ? അപ്പം
അപ്പോൾ അതുകൊണ്ട് ദമ്പതികൾ ദൈവസന്നിധിയിൽ എടുക്കേണ്ട തീരുമാനങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ആരും അതിനകത്ത് ഇടപെടാനായിട്ട് പാടില്ല. പ്രത്യേകിച്ചും മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്നും സഹോദര സ്നേഹം ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് എത്രയോ കുട്ടികൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കൊരു സഹോദരനോ സഹോദരി ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയെന്ന്. മനസ്സിലായോ? ഈ ഒറ്റ പുരാണങ്ങളെയൊക്കെ നന്നാക്കാനായിട്ട് എന്തുമാത്രം പണിയാണ്. അതുങ്ങൾ ഒരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്തെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. കാരണം സഹോദരത്തിൻ്റെ അനുഭവം കിട്ടിയിട്ടില്ല. ഒറ്റയ്ക്ക് ഇങ്ങനെ വളർത്തി എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കാതെ കൊണ്ടാണ് മാതാപിതാക്കൾ കൊണ്ടു നടക്കുന്നത്. പക്ഷേ അവരുടെ വ്യക്തിത്വം വികലമായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അവർക്ക് പരസ്പരം പങ്കുവയ്ക്കാനായിട്ട് ആരുമില്ലാതെ അവരുടെ വ്യക്തിത്വം വളരെ വളരെ കഠിനമായ വ്യക്തിത്വമായിട്ട് മാറുന്നു. അവരുടെ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയുന്നില്ല. അതാണ് ഇന്നും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയും. അണുകുടുംബങ്ങൾ, അവിടെ സംഭവിക്കുന്ന അബദ്ധങ്ങൾ, ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച അബദ്ധമാണ്. നമ്മളത് തിരുത്തണം. നമ്മളെല്ലാവരും ഉത്തരവാദികളാണ്. അച്ഛന്മാരും ഇതൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, മതിയില്ലെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് തെറ്റായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൻ്റെ വിവിധ ഭാവങ്ങളെ ആവിഷ്കരിച്ചുകൊണ്ട് കുടുംബജീവിതത്തെ ധന്യമാക്കണമെന്നാണ് ദൈവത്തിൻ്റെ പദ്ധതി. അത് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ മനോഹരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രഭാഷകൻ ആ കുടുംബ ബന്ധത്തെ നമുക്ക് മുമ്പിൽ കാണിച്ചു തരിക. സ്നേഹത്തിൻ്റെ ഈ ആനന്ദം നമ്മുടെ കുടുംബങ്ങളിൽ ആവിഷ്കരിക്കാൻ പരിശുദ്ധ പിതാവ് നിർദ്ദേശിക്കുന്ന രണ്ട് മാർഗങ്ങളുണ്ട്, രണ്ട് തലങ്ങളുണ്ട്. അതേ പറയുന്നത്, സ്നേഹം അതിൻ്റെ ലയം കുടുംബത്തിൽ ആവിഷ്കരിക്കാൻ രണ്ട് രീതിയിൽ സ്നേഹം പ്രകടമാക്കണം. ഒന്നാമത്തേത് ഒരു കെയറിങ് ലവ്, അല്ലെങ്കിൽ ഒരു കരുതലുള്ള സ്നേഹം. രണ്ടാമത്തേത് ഷെയറിങ് ലവ്, ഒരു പങ്കുവയ്ക്കുന്ന സ്നേഹം. ഇത് രണ്ടും സ്നേഹത്തിൻ്റെ ഭാവമായിട്ട് കണ്ടെത്തി ആവിഷ്കരിക്കുമ്പോഴാണ് സ്നേഹം കൂടുതൽ ഊഷ്മളമാകും. കുടുംബജീവിതത്തിൽ, പ്രത്യേകിച്ചും ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ വിനിമയം രണ്ട് തരത്തിൽ. ഒന്ന് കെയറിങ് അല്ലെങ്കിൽ കരുതൽ, രണ്ട് ഷെയറിങ് അല്ലെങ്കിൽ പങ്കുവയ്ക്കൽ. ഇത് രണ്ടും സ്നേഹത്തിലുണ്ടായിരിക്കും. നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമെന്ന് വിചാരിച്ചു. നമ്മളെ വളരെ ഇഷ്ടമുള്ള വീടാണ്, നമുക്ക് വളരെ ഇഷ്ടമുള്ള ഭവനമാണ്. പക്ഷേ അവിടെ കയറി ചെല്ലുമ്പോൾ ആരും നമ്മളെ പരിഗണിക്കുന്നില്ലെന്ന് വരും. പരിഗണിക്കുന്നുണ്ട്. എങ്ങനെയാണ് പരിഗണിക്കുന്നത്? കുടുംബനാഥ പറയുകയാണ്, ഞാൻ ഇപ്പോൾ ചായ എടുത്തുകൊണ്ട് വരാൻ കേട്ടോ എന്ന് പറഞ്ഞ് കുടുംബനാഥ സ്ഥലം വിട്ടു. വന്നയാളിങ്ങനെ നിൽക്കുകയാണ്. പിള്ളേരെന്നാ ചെയ്യുന്നത്? പിള്ളേരെല്ലാവരും മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുന്നു. ചേട്ടൻ തന്നെ, ഞാനിവിടെ ഇച്ചിരി പണിയെടുക്കുക കേട്ടോ, ഇതാ വരുന്നു കേട്ടോ എന്ന് പറഞ്ഞ് ചേട്ടൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമ്മളെ ഒന്ന് പരിഗണിക്കണം, അല്ലേ? നമ്മളെ ഒന്ന് അന്വേഷിക്കണം, നമുക്ക് എന്താ ആവശ്യം എന്നുള്ളത് ചോദിക്കണം. അപ്പോഴാണ് സ്നേഹം അവിടെ പ്രകടമാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ പണ്ട് തൊട്ടേ സ്നേഹിതരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ സ്നേഹത്തിൽ ഒരു കരുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് പ്രതികരിക്കുന്നതാണ് കരുതൽ എന്ന് പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ കരുതലില്ലാതെ നമ്മൾ എത്രമാത്രം സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് എത്രയോ കാലമായി ജീവിക്കുന്നത്. ഞങ്ങൾ പരസ്പരം സ്നേഹമാണ്. അതുകൊണ്ടാണ് അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ മേടിച്ചു കൊടുക്കുന്നുണ്ട്, ചേട്ടൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ കരുതൽ എന്ന് പറയുന്നത് അങ്ങനെയല്ല. കുറച്ചുകൂടി ആ വ്യക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിയുടെ ഇഷ്ടവും അനിഷ്ടവും തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് കരുതൽ എന്ന് പറയുന്നത്, അല്ലേ? ഒരു വ്യക്തിക്ക് എന്താണ് കൂടുതൽ ഇഷ്ടകരമായ കാര്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് കരുതൽ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങളെ മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. അനിഷ്ടങ്ങളെ തിരിച്ചറിയുക, അതായത് അനിഷ്ടമായ കാര്യം മനസ്സിലാക്കി ഒഴിവാക്കുക, അതാണ് കരുതൽ. ഇഷ്ടമായ കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുക, അതാണ് കരുതലിൻ്റെ ഭാഗം. അപ്പോൾ ഇഷ്ടകരമായ കാര്യം എന്താണ്, അല്ലേ? പലപ്പോഴും കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം എഴുതി തരാൻ പറ്റുമോ? എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഇന്ന് രാവിലെ എഴുതി കൊടുക്കുകയാണ്, ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇതാണ് ഇഷ്ടം, അല്ലേ? അങ്ങനെ കൊടുക്കാനൊന്നും പറ്റില്ല. നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അത് പഠിക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇഷ്ടം, എന്തൊക്കെയാണ് അനിഷ്ടം, അല്ലേ? ചേട്ടൻ വീഡിയോ വലിക്കുന്നത് ചേട്ടത്തിക്ക് ഇഷ്ടമില്ലെന്ന് 25 കൊല്ലമായിട്ടും ചേട്ടന് മനസ്സിലാകുന്നില്ലല്ലോ, അല്ലേ? ഒരു വീഡിയോ വലിക്കുന്നതല്ലേ ഉള്ളൂ. ശരി, ഞാൻ വലിക്കുന്നതല്ലേ, പിന്നെ ഇപ്പം എൻ്റെ കാര്യം ഇരിക്കും. പക്ഷേ അത് ഇഷ്ടമില്ല, അത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. എന്താണ് ഇഷ്ടമില്ലാത്തത്? അതെനിക്കറിഞ്ഞുകൂടാ. ആ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാവോ? മനസ്സിലാക്കണം. അതാണ് കരുതലെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പരസ്പരമുള്ള ആ ഇഷ്ടക്കേടുകളും ഇഷ്ടങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക കരുതൽ എന്ന് പറയുക. ഒരു കുടുംബത്തിൽ
വർദ്ധിക്കുമ്പോൾ കുടുംബജീവിതത്തിൽ ആ സ്നേഹത്തിൽ വളരാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ കരുതലിൻ്റെ ഒരു അനുഭവം എന്ന് പറയും, മനസ്സിലാക്കലിൻ്റെ ഒരു അനുഭവം. പരസ്പരം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക, ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അനിഷ്ടങ്ങൾ ഇങ്ങനെ പെരുകി പെരുകി വരും. അതെന്ത് ചെയ്യും? അത് നമ്മളിങ്ങനെ അടക്കി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇച്ചിരി കഴിയുമ്പോൾ വേറെ വേറെ രീതിയിൽ അത് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതിനെ എന്താണ് നമ്മൾ വിളിക്കുന്നത്? ഇങ്ങനെ പുറത്ത് വരുന്നതിന് നമ്മളെന്താ വിളിക്കുന്നത്? ഇങ്ങനെ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്ന അവസാനം പുറത്ത് വരുന്നത് നമ്മൾ വിളിക്കുന്നതാണ് കലഹം. എന്താണ് കലഹം? ഏതെങ്കിലും വീട്ടിൽ കലഹം ഉണ്ടോ? ഇല്ല. എത്രയോ നല്ല ഭവനങ്ങൾ, ക്രിസ്തീയ കുടുംബങ്ങളുടെ ആദർശ രൂപങ്ങളാണ് ഇരിക്കുന്നത്. കലഹമില്ലാത്ത വീടുകൾ അല്ലേ? എനിക്ക് വയ്യ, ഞാൻ നിർത്തുവാണ്, ഇനി പറഞ്ഞേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ദമ്പതികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദമ്പതികളോട് പറഞ്ഞു, പ്രിയപ്പെട്ട ദമ്പതിമാരെ, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം വരുമ്പോൾ പരസ്പരം പാത്രങ്ങളൊക്കെ എടുത്ത് എറിയാനായിട്ടൊക്കെ തോന്നാറില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെല്ലാവരും കവിക്ക് ഉണ്ട്. അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, നിങ്ങൾ ചെറിയ ചെറിയ പാത്രങ്ങൾക്ക് എടുത്ത് എറിഞ്ഞോ, കുഴപ്പമൊന്നുമില്ല, മേത്ത് കൊള്ളാതെ എറിഞ്ഞാൽ മതി. എന്നിട്ട് ആ ദേഷ്യമൊക്കെ തീർന്നു കഴിയുമ്പോൾ വൈകുന്നേരം നിങ്ങൾ നല്ല കൂട്ടായിട്ട് ഇരിക്കണം കേട്ടോ. പിറ്റേ ദിവസത്തേക്ക് നിങ്ങൾ ആ ദേഷ്യമൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. അതൊക്കെ സ്വാഭാവികമാണെന്നാണ് മാർപ്പാപ്പ പറഞ്ഞത് കേട്ടോ. ഇത്രയും പ്രായമുള്ള 86 വയസ്സായ മാർപ്പാപ്പയ്ക്ക് അറിയാം ഇതൊക്കെ സ്വാഭാവികമാണെന്നുള്ള അല്ലേ? തോന്നലൊക്കെ ഉണ്ടാകും, പക്ഷേ നമ്മൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ കോപത്തിൽ സൂര്യൻ അസ്തമിക്കരുതെന്ന് പണ്ട് പൗലോസ്ലീഹ പറഞ്ഞതൊക്കെ വെച്ചുകൊണ്ടാണ്. കോപമൊക്കെ വരും, കലഹമൊക്കെ ഉണ്ടാകും. കാരണം നമ്മുടെ ഉള്ളിൽ പലതും ഇരിപ്പുണ്ട്. വിവാഹത്തിൻ്റെ 50ാമത്തെ ജൂബിലി ആഘോഷിക്കുന്ന വ്യക്തികളിൽ ഒരാൾ വിവാഹമോചനത്തിന് അപേക്ഷ കൊടുത്തെന്നവർ അപേക്ഷ കൊടുത്തിട്ട് അതിന് കാരണം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, അവൾ എന്നെ എന്തോ വലിയൊരു പാത്രം കൊണ്ട് എറിഞ്ഞ് എൻ്റെ തല പൊട്ടിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ചോദ്യമൊക്കെ ചോദിച്ച്, നിങ്ങൾ ഈ ഒറ്റ കാരണത്തിന് ഇങ്ങനെ എന്താ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവൾ പണ്ട് തൊട്ടേ ഈ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു, നീ പണ്ട് തൊട്ടേ എന്നെ പരാതിയൊന്നും കൊടുക്കാൻ 19 വർഷമായല്ലോ, അപ്പോൾ ഇത്രയും കാലം ഞാൻ ഒഴിഞ്ഞു മാറി, ഇപ്പോൾ അവൾ കൃത്യം ഉന്നം പിടിച്ചു. അവൾക്ക് മനസ്സിലായി ഞാൻ എങ്ങോട്ടാണ് മാറുന്നതെന്നുള്ള കാര്യം കൃത്യം പിടികിട്ടി. അതുകൊണ്ട് ഇനി മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല, കാരണം കൃത്യം എൻ്റെ തലയ്ക്ക് തന്നെ ഇപ്പോൾ കൊള്ളുന്നേ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ ഇതെല്ലാം പെടും. പല കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കപ്പെടുന്നില്ല എന്നുള്ള അനുഭവത്തിൽ നിന്നാണ് പലപ്പോഴും പലതരത്തിലുള്ള വെറുപ്പ് അല്ലെങ്കിൽ പലതരത്തിലുള്ള സങ്കടം മനസ്സിൽ കെട്ടിക്കിടക്കും. ആ സങ്കടം പലതരത്തിൽ പുറത്തു വരുന്നത് കലഹമായിട്ടാണ് പുറത്തു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല കുടുംബങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. 17 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് വിവാഹമോചനത്തിന് വേണ്ടി അവർ തയ്യാറെടുത്തിരിക്കുകയാണ്. സൈക്കോളജിസ്റ്റ് അവരെ പഠിച്ചിട്ട് ഒരു കാര്യം മനസ്സിലാകുന്നില്ല. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് പ്രശ്നമൊന്നും പറയാനായിട്ടില്ല. ഞങ്ങൾക്ക് എന്നും കലഹമാണ്, അതുകൊണ്ട് പറ്റത്തില്ല, ഇനി മുന്നോട്ട് പോകാനായിട്ട് പറ്റിയല്ല. അപ്പോൾ ഇങ്ങനെ ചോദിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ്, എവിടെയാണ് ഈ തുടക്കം, നിങ്ങൾ ഇത്രയും കാലം ജീവിച്ച് എന്താണ് തുടക്കം എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞൊരു കാരണം ഇതാണ്. കല്യാണം കഴിഞ്ഞ് ഒരു 5-8 മാസമേ ആയുള്ളൂ, ഇവൾ ഗർഭിണിയായിരിക്കുന്ന സമയമാണ്. ഇവർ രണ്ടുപേരും കൂടെ എവിടെയോ പോകാനായിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഇവൾ പറഞ്ഞു, ചേട്ടാ അത് കണ്ടില്ലേ, ഓറഞ്ച് ഇരിക്കുന്ന കണ്ടില്ലേ കടയിൽ, എനിക്ക് 2 ഓറഞ്ച് തിന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞു. എന്താണ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഓറഞ്ചിനോട് ഇത്ര താല്പര്യം? എന്താണ് ഈ അടുത്തിമാരെ? അതൊക്കെ ഉണ്ടാകും അല്ലേ? അപ്പോൾ ഇതൊക്കെ ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഈ പോഷൻ എന്നാ പറഞ്ഞു, ഇപ്പോൾ ഓറഞ്ചിന് ആവശ്യമില്ല, അത് പിന്നെ മേടിച്ചു തരാം, നീ വാ എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ അവളുടെ മനസ്സിൽ അന്നുണ്ടായ ഒരു വലിയൊരു സങ്കടം, എൻ്റെ ഒരു ആവശ്യം, എൻ്റെ ഒരു താല്പര്യം മനസ്സിലാക്കുന്നില്ലോ എന്ന് ചിന്തിച്ച കയ്പ് അവളുടെ മനസ്സിലും കെട്ടിയിട്ട് പിന്നെ വരുന്നതിനെല്ലാം അവളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിങ്ങനെ കടന്ന് കലഹം ഇങ്ങനെ കൂടി അവസാനം ഒരു തരത്തിലും കുടുംബബന്ധം മുന്നോട്ട് പോകാൻ പറ്റും. 17 കൊല്ലം മുമ്പത്തെ ഓറഞ്ചിൻ്റെ കാര്യം ഓർത്തിരിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള വികാരം എന്താണ്? മനസ്സിലാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്, കെയറിങ് ഇല്ല എന്നുള്ളതാണ്, എന്നെ കരുതലില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ചെറിയൊരു ആവശ്യത്തെ ഞാൻ കരുതലോടെ കാണണം. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഇതാണ്
ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും, നമ്മൾ വലിയ തിയോളജി ഒന്നും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല. നമ്മൾ വലിയ വലിയ വചന വ്യാഖ്യാനങ്ങൾ ഇവിടെ പറഞ്ഞ് കേട്ടിട്ടങ്ങ് പോയിട്ട് പ്രയോജനമൊന്നുമില്ല. നമ്മൾ കുടുംബജീവിതത്തിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും ആ ബന്ധങ്ങളെല്ലാം അതിൻ്റെ ഊഷ്മള നഷ്ടപ്പെട്ട് സ്നേഹമെല്ലാം ചോർന്നു പോയി. അല്ലേ? കാനായിലെ വിവാഹ വിരുന്നിന് എന്താ സംഭവിച്ചത്? വീഞ്ഞ് അറിയാതെ തീർന്നു പോയി, ആരും അറിഞ്ഞില്ല. ഇതുപോലെയാണ് സംഭവിക്കുന്നത്. കുടുംബജീവിതത്തിൽ അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഇഷ്ടക്കേടുകൾ വന്ന് അറിയാതെ ഇതിൻ്റെ എല്ലാം ഊഷ്മളത അങ്ങ് പോകും. പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ ആ ലയം അങ്ങ് നഷ്ടപ്പെട്ടു പോകും. പരസ്പരമുള്ള കെയറിങ് ഇല്ലാതായി പോകും. ആ മനസ്സിലാക്കലില്ലാതെ പോകും. ആ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന മനോഭാവം അങ്ങ് പോകും. അങ്ങനെ പോകുമ്പോൾ പതുക്കെ പതുക്കെ പച്ചവെള്ളം പോലെ ആയിട്ട് പോകും. എന്ത്? വീഞ്ഞായി തീരേണ്ട സ്നേഹം, കുടുംബബന്ധം. ഇതാണ് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കലഹങ്ങളുടെയൊക്കെ പിന്നിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതൊക്കെയാണ്. സോക്രട്ടീസ് എന്ന് പറയുന്ന പ്രസിദ്ധനായ തത്വചിന്തകൻ, അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാർ. അദ്ദേഹം രാവിലെ വീടിൻ്റെ മുന്നിൽ വന്ന് പ്രസംഗം തുടങ്ങും. വലിയ തത്വങ്ങളാണ് പറയുന്നത്. മനസ്സിലായോ? എല്ലാവരും അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ കേൾക്കാനായിട്ട് ഓടി വരും. പക്ഷെ ഭാര്യ ഇവിടെ ഒന്നുകൊണ്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. ഇയാൾക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ സമയമില്ല, ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിന്നാൽ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും അവൾ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. സോക്രട്ടീസ് അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നാളുകളെ ഭയങ്കര പഠിപ്പീരാണ്. വലിയ തത്വങ്ങളാണ് പഠിപ്പിക്കുന്നത്, വലിയ ആദർശങ്ങളാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഭാര്യയ്ക്ക് എപ്പോഴും കുറ്റം പറച്ചിൽ മാത്രമേ ഉള്ളൂ. പുറകിൽ നിന്ന് വെള്ളം എടുത്ത് തലയിലേക്ക് ഒഴിക്കും. സോക്രട്ടീസ് ആ വെള്ളമൊക്കെ ഇങ്ങനെ തുടച്ച് കളഞ്ഞിട്ട് ആരും അറിയാത്ത മട്ടി പിന്നെയും പ്രസംഗിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പുള്ളി പറയും, ഇടി വെട്ടിയപ്പോഴേ ഞാൻ ഓർത്താണ് മഴ പെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗം തുടരും. ഇങ്ങനെയാണ് സോക്രട്ടീസിൻ്റെ തത്വജ്ഞാനിയുടെ ജീവിതം. പക്ഷേ അദ്ദേഹത്തിനെതിരെ കള്ളക്കേസുണ്ടാക്കി ശത്രുക്കൾ. അദ്ദേഹത്തിനെതിരെ കള്ളക്കേസുണ്ടാക്കി അദ്ദേഹത്തെ വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് കോടതി വിധിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, അങ്ങേ ഞങ്ങൾ രക്ഷപ്പെടുത്താം, രഹസ്യത്തിൽ രക്ഷപ്പെടുത്താം, അങ്ങ് ഈ വിഷം തരുന്ന ദിവസത്തിന് മുമ്പ് ഞങ്ങൾ കടത്തിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ മരിച്ചോളാം, ഞാൻ പറഞ്ഞ ആദർശങ്ങളിൽ ഞാൻ വ്യതിചലിക്കുന്നില്ല, അതിനുവേണ്ടി ഞാൻ നിലകൊള്ളാനായിട്ട് മരിക്കാൻ തയ്യാറാണ്, അപ്പം അതുകൊണ്ട് ഞാൻ ഒളിച്ചോടാനൊന്നും തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരണത്തെ കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് ഭാര്യയും മക്കളും എല്ലാം ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ പക്കൽ വന്ന് അദ്ദേഹത്തോട് വളരെ സങ്കടത്തോടു കൂടി, അങ്ങ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം, അങ്ങ് ഒരിക്കലും ഞങ്ങളെ വിട്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ മരണത്തെ വരിക്കാനായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു. അപ്പോൾ സാന്തപ്പ എന്നാണ് അവളുടെ പേര്. അവൾ ചോദിക്കുകയാണ്, അങ്ങേക്ക് എന്നോട് ദേഷ്യമുണ്ടോ? കാരണം ഞാൻ ഒരിക്കൽ പോലും ഒരു നല്ല വാക്ക് അങ്ങയോട് പറഞ്ഞിട്ടില്ല, എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരുന്നിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങേക്ക് എന്നോട് വെറുപ്പുണ്ടോ, ദേഷ്യമുണ്ടോ എന്ന് അവൾ വളരെ സങ്കടത്തോട് ചോദിക്കുമ്പോൾ സോക്രട്ടീസ് പറയുന്നത് എന്താണെന്നറിയോ? സാന്തപ്പ, നിന്റെ കാലുഷ്യങ്ങളുടെയും കലഹങ്ങളുടെയും പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന നിന്റെ സ്നേഹത്തെ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. നിന്റെ കാലുഷ്യങ്ങൾ എന്നോടുള്ള സ്നേഹമായിരുന്നു എനിക്കറിയായിരുന്നു. എന്തേ എന്നെ സ്നേഹിക്കാത്തത്, എന്തേ എനിക്ക് വേണ്ടി സമയം കളയാത്തത് എന്ന് പറയുന്ന നിന്റെ പരിഭവങ്ങളായിരുന്നു നീ എൻ്റെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരുന്നത്. അതെനിക്കറിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിന്നോട് ഒരു പരിഭവം ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ കുടുംബജീവിതത്തിൽ ഇങ്ങനെയുള്ള കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് അത് നമ്മൾ വെറുപ്പുകൊണ്ടാണ്. പലപ്പോഴും സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹമാണ്. എന്നോടുള്ള പരാതികൾ ഒരുപക്ഷെ ഈ രീതിയിൽ പ്രകടിപ്പിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കിയെടുക്കുന്നിടത്താണ് സ്നേഹത്തിൻ്റെ ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്നേഹത്തിൻ്റെ കരുതൽ നഷ്ടപ്പെടുന്നിടത്ത് പലതരത്തിലുള്ള കലഹത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കലഹക്കാരിയായ ഭാര്യയോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? തട്ടിൻപുറത്ത് ഒരു കോണിൽ ഒളിച്ചിരിക്കുന്നതാണ്. അങ്ങനെ പറയുന്നുണ്ട്. മനസ്സിലായോ? എങ്ങനെയാണ്? കലഹക്കാരിയായ ഭാര്യയോടൊത്ത് താമസിക്കുന്നതിനേക്കാൾ ഭേദം തട്ടിൻപുറത്ത് ഒരു കോണിൽ ഒളിച്ചിരിക്കുന്നതാണ്. തട്ടിൻപുറത്ത് കോണിൽ ഒഴിച്ചു കഴിഞ്ഞതാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് 21:9. അപ്പോൾ അതുകൊണ്ട് ചേട്ടന്മാർ പ്രത്യേകിച്ചും നിങ്ങൾക്ക് തട്ടിൻപുറങ്ങളില്ലെങ്കിലും അത് ഉണ്ടാക്കണം. കാരണം ഭേദം അതാണെന്നാണ് പറയുന്നത്. അവൾ കലഹം ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ട് ആക്രമിക്കാനായിട്ട് നിൽക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഇനി എന്താണ് ചെയ്യേണ്ടത്? വലിഞ്ഞു കയറിക്കോളുക. എവിടെ? എന്നിട്ട് മൂലയ്ക്ക് ആരും കാണാതിരിക്കുക. എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നാൽ മതി എന്നാണ് വചനം പറയുന്നത്.
പ്രഭാഷകന്റെ പുസ്തകത്തിൽ 25-16 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്: ദുഷ്ടയായ ഭാര്യയോടൊത്ത് ജീവിക്കുന്നതിനേക്കാൾ അഭികാമ്യം സിംഹത്തിൻ്റെയോ വ്യാളിയുടെയോ കൂടെ വസിക്കുന്നതാണ്. ഭാര്യയുടെ ദുഷ്ടത അവളുടെ രൂപം കെടുത്തുന്നു, അവളുടെ മുഖം കരടിയുടേതുപോലെ ഇരുളുന്നു. അവളുടെ ഭർത്താവ് അയൽക്കാരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു, വേദനാപൂർവമായ നെടുവീർപ്പടക്കാൻ അവന് കഴിയുന്നില്ല. ഹല്ലേലൂയ. 10,000 വർഷം മുമ്പ് എഴുതിയതാണ്. അന്നും സ്ഥിതി ഇത് തന്നെ, ഇന്നും സ്ഥിതി അത് തന്നെ. മനസ്സിലായോ? അപ്പോൾ ദുഷ്ടയായ ഒരു ഭാര്യയുടെ അവസ്ഥ, ഭർത്താവിന് കൊടുക്കുന്ന അവസ്ഥ എന്താണ്? അവൻ വീട്ടിലേക്ക് വരുന്നേ ഇല്ല, അയൽവാസികളുടെ അടുത്ത് പോയിരുന്നാണ് അവൻ്റെ മുഴുവൻ സമയത്തെ ഭക്ഷണം. കാരണം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ്, അവളിങ്ങനെ നിൽക്കുകയാണ്. എന്താണ്? കരടിയുടെ പോലെയാണ് നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവൻ അയലോക്കത്ത് പോയി ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല, വേദനാപൂർണമായ നെടുവീർപ്പ് അടക്കാൻ അവന് കഴിയുന്നില്ല. അവിടെ പോയിരുന്ന് അവൻ ഏങ്ങലടിക്കുകയാണ്. അവൾ എന്നോട് അതാ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവൻ നെടുവീർപ്പ് അടക്കാൻ കഴിയാതെ അവിടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ, നമ്മളുടെ കുടുംബജീവിതങ്ങളിലുള്ള ലയം നഷ്ടപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണെന്നാണ് വചനം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കുറച്ചുകൂടി പരസ്പരം തിരിച്ചറിഞ്ഞുകൊണ്ട് പെരുമാറാനും ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനും ഒക്കെ കഴിയുമ്പോഴാണ് കുടുംബജീവിതത്തിൽ ലയമുണ്ടാകുന്നതെന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഭാര്യാഭർത്തൃ കുടുംബജീവ ബന്ധങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പിടിവാശി, അല്ലേ? ചില കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ തർക്കങ്ങൾ ഉണ്ടാക്കുക, വെറുതെ പിണങ്ങിയിരിക്കുക, വെറുതെ ഒരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടി പിടിവാശി പിടിവാശി പിടിവാശി. ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് 3, 2, 4. അത് ഓരോരുത്തരും പിടിക്കുന്നതനുസരിച്ചാണ്. നിങ്ങൾ പറഞ്ഞാൽ ഞാനും സമ്മതിക്കത്തില്ല. അപ്പം അതാണ് പ്രശ്നം. ഓരോരുത്തരും അവരവർ പറയുന്നിടത്ത് അങ്ങ് പിടിച്ചേക്കാണ്. എന്നിട്ട് വിടുന്ന പരിപാടിയില്ല, പിടിച്ചെടുത്ത് അങ്ങ് പിടിക്കും. നശിക്കുന്ന എന്താണ്? ബന്ധം. കിട്ടുന്ന എന്താണ്? ഒരു വാശി. ഈ വാശിയും പിണക്കവും പിടിവാശിയുമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കുടുംബജീവിതം നന്നായതായിട്ട് കേട്ടിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, നിങ്ങൾക്ക് വാശിയും ബഹളവും ഒക്കെ നടത്തിക്കുക, പക്ഷേ സൂര്യൻ അസ്തമിക്കും എല്ലാം നിർത്തണം. അതുകൊണ്ട് 3 ദിവസം ദീർഘിക്കുന്ന മൗനവ്രതം ആരും എടുക്കരുത്. വ്രതം ആദ്യത്തെ ദിവസം കൊണ്ട് അവസാനിപ്പിച്ച് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹവും ബുദ്ധിമുട്ടും പിടിവാശിയും എന്താണ് നശിപ്പിക്കുന്നത്? നശിപ്പിക്കുന്ന നമ്മുടെ ബന്ധമാണ്. അതുകൊണ്ട് ഏതാണ് വലുതെന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ പിടിവാശിയാണോ വലുത്? കുടുംബ ബന്ധമാണോ നല്ലത്? ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ചേട്ടനും ചേട്ടത്തിയും കൂടെ, ഭാര്യയും ഭർത്താവും കൂടെ ഒരു വള്ളത്തിൽ യാത്ര ചെയ്യുകയാണ്. വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ ദൂരേക്ക് നോക്കിയിട്ട് ഭർത്താവ് ഒരു കാഴ്ച കണ്ടിട്ട് പറഞ്ഞു, നോക്കിക്കേ, അവിടെ കറ്റകൾ കൊയ്തു കൂട്ടുന്ന ഒരു രംഗമുണ്ട്. എന്താണ്? നെല്ല് കൊയ്യാണ്. അപ്പോൾ കറ്റകളായിട്ട് ഇങ്ങനെ കൊയ്തു കൂട്ടുന്നത് കണ്ടിട്ട് ഭർത്താവ് പറയാണ്, അതെത്ര സുന്ദരമായിട്ടാണ് അരിവാൾ കൊണ്ട് അവരിങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് കൂട്ടുന്നത്, എത്ര സ്പീഡിലാണ് ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ ഭാര്യ അത് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടെ നോക്കിയായി പറയുന്നത്? അത് അരിവാളൊന്നുമില്ല, അത് വലിയ കത്രികയാണ്, ഇങ്ങനെ കട്ട് ചെയ്യുന്ന കണ്ടില്ല, എത്ര സ്പീഡിലാണ് അത് ചെയ്യുന്നത്, വലിയ കത്രിക കൊണ്ടാണ് കട്ട് ചെയ്യുന്നതെന്ന് പറയും. ഭർത്താവ് പറഞ്ഞു, നിനക്ക് കണ്ണിന് കാഴ്ച കുറവാന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്, അത് നിനക്ക് മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ടാണ്, അത് അരിവാൾ തന്നെയാണെന്ന് പറയും. ഭാര്യ വിട്ടു കൊടുക്കുമോ? അവൾ പറഞ്ഞു, അത് കത്രിക തന്നെയാണ്, ഇയാൾ എവിടെ പോയിട്ടാണ് വന്നിരിക്കുക, ഇയാൾ പണ്ട് തൊട്ടേ എന്നെ ഇങ്ങനെ കുറ്റം പറയുന്ന, ഇയാളുടെ ആൾക്കാരെല്ലാം ഇങ്ങനെയാണ്, എപ്പോഴും കുറ്റം പറച്ചിലാണ്. മനസ്സിലായോ? രണ്ടുപേരും കൂടെ ഭയങ്കര ബഹളമായി. പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടോ? കറ്റ അവളെ അയാൾ കൊയ്തോളൂ, അല്ലേ? ഇവർക്കാണ് പ്രശ്നം, അല്ലേ? അയാൾ പറയുന്ന അരിവാളാണ്, ഇവൾ പറയുന്നു കത്രികയാണ്. എവിടെയാണ് അവരിയ്ക്കുന്നത്? വള്ളത്തിലാണ്. വള്ളം എവിടെയാണ്? വെള്ളത്തിലാണ്. ഇതൊന്നും ഓർക്കാതെ ബഹളം വെച്ചുകൊണ്ടിരുന്നു. അവസാനം ദേഷ്യം വന്നപ്പോൾ ഇയാൾ എന്നായെന്നറിയാവോ? ഇവളെ പൊക്കിയെടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടു. വെള്ളത്തിലേക്ക് താന്നു പോകുമ്പോൾ അതിനേക്കാൾ രസം, അവൾ താന്നു പോകുമ്പോൾ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചു, കത്രിക തന്നെ, ഞാൻ വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല, താന്നിങ്ങനെ പോവുക. ചത്താലും ഞാൻ എൻ്റെ അഭിപ്രായം വിട്ടിട്ടൊന്നുമില്ല. സംഭവം കഥയാണെങ്കിലും ഇതിൻ്റെ അകത്തൊരു കാര്യമുണ്ടല്ലേ. എന്താ നഷ്ടപ്പെടുന്നത്? നമ്മുടെ ബന്ധം നഷ്ടപ്പെടുന്നു. കിട്ടുന്ന എന്താണ്? നമ്മുടെ ഒരു പിടിവാശി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കുടുംബജീവിതത്തിൽ സ്നേഹത്തിൻ്റെ ലയം നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഈ പിടിവാശികളും അനാവശ്യമായ തർക്കങ്ങളും അനാവശ്യമായ
കലഹങ്ങളുമൊക്കെ മാറ്റി അതിൻ്റെ പിന്നിലൊരു സ്നേഹത്തിൻ്റെ ഭാവം നമ്മൾ ശരിയായി ആവിഷ്കരിക്കണം. അപ്പം അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, ഷെയറിങ് ലവ്. കുടുംബജീവിതത്തിൽ ഒരു പങ്കുവയ്ക്കലാണ് ആവശ്യം. എന്താണ് പങ്കുവയ്ക്കേണ്ടത്? ജീവിത പങ്കാളികൾ പങ്കുവയ്ക്കേണ്ടത് ജീവിതമാണ്. ജീവിത പങ്കാളികളാണ് അല്ലേ? ജീവിതം പങ്കുവയ്ക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. അപ്പം അതുകൊണ്ട് പരസ്പരമുള്ള പങ്കുവയ്ക്കൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പരസ്പരമുള്ള ആശയവിനിമയം. അതാണ് ഒരു പങ്കുവയ്ക്കലിൻ്റെ ആദ്യത്തെ തലം. ഹല്ലേലൂയ. പരസ്പരം ആലോചിക്കുക, ആശയവിനിമയം ചെയ്യുക, കാര്യങ്ങൾ സംസാരിക്കുക, അതാണ് പങ്കുവയ്ക്കൽ എന്ന് പറയുക. അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാതെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഒരു കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കാത്ത എത്രയോ ദമ്പതികളുണ്ട്. എല്ലാം സ്വന്തം ഒറ്റയ്ക്ക് ചെയ്യുന്ന ആൾക്കാർ എത്രയോ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കുടുംബജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഈ ഷെയറിങ് എന്ന് പറയുന്ന സ്നേഹത്തിൻ്റെ വിനിമയത്തെ അപകടത്തിലാക്കുന്ന ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. പരസ്പരം ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കുടുംബം വളരുന്നത്, സ്നേഹം വളരുന്നത്. അപ്പം അതുകൊണ്ട് ഒന്ന് ആലോചിച്ചുകൊണ്ട് ഒന്നും പൊഴിഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് പരസ്പരം സംഭാഷണം ചെയ്യാനായിട്ട് സമയം വേണം. നമുക്ക് പലപ്പോഴും ഇന്ന് സംഭാഷണം എന്ന് പറയുന്ന ഔദ്യോഗിക കാര്യങ്ങൾ മാത്രമാണ് അല്ലേ? കപ്പ മേടിച്ചോ, മീൻ മേടിച്ചോ, പിന്നെന്താണ് ബില്ല് തീർത്തോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഭാര്യ ഭർത്താക്കന്മാർക്ക് പറയാനുള്ളൂ. അല്ലാതെ അവർ ഊഷ്മളമായി ഒരുമിച്ചിരുന്ന് സ്നേഹപൂർവ്വം സംസാരിക്കാവുന്ന സമയം കണ്ടെത്താറില്ല. അപ്പം അതുകൊണ്ട് പരസ്പരം സംസാരിക്കാനും ആശയവിനിമയം നടത്താനും ദുഃഖങ്ങളൊക്കെ പറയാനും വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാനും ഒക്കെ ഒരു സമയം നമ്മൾ കുടുംബത്തിൽ കണ്ടെത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതാണ് ആശയവിനിമയം, പരസ്പരമുള്ള ആലോചന. രണ്ടാമത്തേത് പരസ്പരം ആദരവ്. ഇതൊരു പങ്കുവയ്ക്കലാണ്. ആദരവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരമുള്ള ബഹുമാനം, സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ ഭാഗമാണ് ആദരവ്. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം, ആദരിക്കണം. അലിഖിത നിയമമാണ്. ശരിയല്ലേ? അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നേരെ തിരിച്ചോ? നേരെ തിരിച്ചാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ കേട്ടോളൂ. പത്രോസ്ലീഹ തൻ്റെ ഒന്നാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വചനം. പെണ്ണുങ്ങളെല്ലാം പെട്ടെന്ന് എഴുതിയെടുക്കുന്നുണ്ട്, എനിക്കറിയാം, അവർക്ക് ആവശ്യമുള്ള കാര്യമായതുകൊണ്ട് അവർ പെട്ടെന്ന് കുറിച്ചും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ പത്രോസ് ആദ്യത്തെ മാർപ്പാപ്പയാണല്ലേ, പുള്ളി കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും പുള്ളി പറയുന്നതാണ് വേദവാക്യം. അദ്ദേഹം പറയാണ്, ഇങ്ങനെ പറയുന്നത്, ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാടത്ത് ജീവിക്കുവിൻ. ആ വിവേകം എന്താണെന്ന് പറയുന്നത്, സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഹല്ലേലൂയ. ഇനി ആരെങ്കിലും ഒന്ന് പറയണോ? വേണോ? പത്രോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്, വചനമാണിത്. അപ്പോൾ അതുകൊണ്ട് ദൈവവചനം പറയുന്നത് ജീവദായകമായ കൃപയ്ക്ക് ഭാര്യയും ഭർത്താവും സ്ത്രീയും പുരുഷനും തുല്യ അവകാശികളാണ്. ഇതിനപ്പുറത്ത് ഒരു നിയമവും ഇല്ല. ദൈവത്തിന് മുമ്പിൽ എല്ലാവരും തുല്യ അവകാശമാണ്. ഇവിടെ നമ്മുടെ സെറ്റപ്പിന് വേണ്ടി പല കാര്യങ്ങൾ നമ്മൾ ചേട്ടൻ ആദ്യം വന്നേ, ചേട്ടത്തി രണ്ടാമത് വന്നേന്നൊക്കെ പറയും. പക്ഷേ ദൈവസന്നിധിയിൽ എങ്ങനെയാണ്? തുല്യരാണ് രണ്ടുപേരും, സ്ത്രീയും പുരുഷനും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതുകൊണ്ട് ഈ യേശുനാമ ധ്യാനത്തിൽ കൂടിയവർക്കെങ്കിലും ഈ ഒരു ബോധം വേണം. തിരിഞ്ഞോ? നമ്മൾ തുല്യ അവകാശികളാണ്. ദൈവത്തിന്റെ കൃപയുടെ മുമ്പിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വിജാതിയെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ല. നിങ്ങൾ യേശു ക്രിസ്തുവിൽ ഒന്നാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ജീവദായകമായ കൃപയുടെ മുമ്പിൽ തുല്യ അവകാശം എന്ന നിലയിൽ ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം, ബഹുമാനിക്കണം, ബഹുമാനിക്കണമെന്നാണ് ദൈവത്തിന്റെ കൽപ്പന. അതുകൊണ്ട് ഞാൻ എൻ്റെ കെട്ടിയോളെ എന്തും പറയും. ആരാ ചോദിക്കാൻ? എന്ന് ചോദിക്കാൻ ആർക്കും അവകാശം തന്നിട്ടില്ല. ഞാൻ എൻ്റെ ഭാര്യ എന്തെങ്കിലും ചെയ്യും, നിങ്ങളാരാടാ ചോദിക്കാൻ എന്ന് പണ്ട് പറയുന്ന ചേട്ടന്മാരുണ്ടായതല്ലേ. ഇപ്പം ചോദിക്കാൻ ആൾക്കാരുണ്ടെന്ന് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു മനസ്സ് സുവിശേഷത്തിൻ്റെ മനസ്സല്ല. പരസ്പരം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സ്നേഹത്തിൻ്റെ അടിസ്ഥാന ഭാവമാണ്. ആദരിക്കുക എന്ന് പറഞ്ഞാൽ അടിമത്തമല്ല, അത് സ്നേഹം വളരുമ്പോൾ പരസ്പരം ആദരിക്കും. നമ്മളൊരാളോട് സ്നേഹമുണ്ട്, അയാളോട് ആദരവുണ്ടാവും. സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവമാനിക്കുക എന്നല്ല അർത്ഥം, എന്ത് കാണിക്കുക എന്നുള്ള അർത്ഥം. അതിൽ സ്നേഹം കൂടുന്നതനുസരിച്ച് ബഹുമാനം ഉണ്ടാവും. അങ്ങനെ പരസ്പരം ബഹുമാനിച്ച് ജീവിക്കുന്ന എത്രയോ ദമ്പതികളെ കാണുന്ന വ്യക്തിയാണ് ഞാൻ.
അപ്പം അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം സന്തോഷം നിലനിൽക്കുക എനിക്കറിയാം. 10-40 വർഷമായി ഒരുമിച്ച് ജീവിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രമാത്രം സന്തോഷവും സ്നേഹവും എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് കാണാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനമുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പരസ്പരമുള്ള ഒരു ആദരവ് എപ്പോഴും നിലനിൽക്കും. നമ്മൾ എത്രമാത്രം അടുത്ത് പ്രവർത്തിച്ചാലും ഈ പരസ്പരമുള്ള ഒരു ബഹുമാനം എന്ന് പറയുന്നത് നമ്മൾ ദൈവമക്കൾ എന്നതിൽ അവകാശപ്പെട്ട കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ആദരിക്കപ്പെടാനുള്ള അവകാശമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളൊരാളെ അപമാനിക്കുമ്പോൾ, ഒരാളെ പരിഹസിക്കുമ്പോൾ, ഒരാളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അപഹാസ്യങ്ങൾ എഴുതി വിടുമ്പോഴൊക്കെ ഓർക്കുക, ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കും. നമ്മൾ പരസ്പരം ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശികൾ എന്ന നിലയിൽ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ജീവിക്കും. അതുകൊണ്ട് ഷെയറിങ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് ആലോചനയാണെങ്കിൽ രണ്ടാമത്തേത് ആദരവാണ്. ഇതിന് വിരുദ്ധമായിട്ടുള്ള മനസ്സാണ് ഏകാധിപത്യം. ഏകാധിപത്യം പല കുടുംബങ്ങളിലും ഉണ്ടല്ലേ? ഉണ്ടോ? അറിയാതെ ഏടത്തിമാരിലെങ്ങനെ തലകുലുക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഏടത്തിമാർക്ക് മാത്രമല്ല ഏകാധിപത്യം. ചില കുടുംബങ്ങളിൽ ചേട്ടന്മാരാണ് ഏകാധിപതിയെങ്കിൽ ചില കുടുംബങ്ങളിൽ ചേട്ടത്തിമാരാണ് ഏകാധിപതികൾ അല്ലേ? മാപ്പിളമാർ അല്ലേ? ഭയങ്കരവാദിത്വം. ഒരു വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ചാക്കോ ഈ വീടിൻ്റെ നാഥൻ. വലിയ സ്കെച്ച് പേനയൊക്കെ ഉപയോഗിച്ച് പുള്ളി തന്നെ എഴുതി സ്റ്റിക്കറാക്കി ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ചാക്കോ ചേട്ടനാണ് കുടുംബനാഥൻ, ആ പുള്ളിയാണ് ഈ വീടിൻ്റെ നാഥൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ പുള്ളിയുടെ സ്വരം അല്ലാതെ വേറൊരു സ്വരം കേൾക്കാനായിട്ട് ഇടയില്ല. ഇവിടെ വരുന്നവരെല്ലാം വിചാരിച്ചുകൊള്ളുക, ചാക്കോ ചേട്ടൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാനാണ് ഈ വീടിൻ്റെ അധികാരി, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഒന്നാമത്തെ കൽപ്പനയാണ്. തിരിഞ്ഞോ? ഇങ്ങനെ ജീവിക്കുന്ന പലരും ഉണ്ട്. ഇതൊന്നും സുവിശേഷത്തിന് ചേർന്ന ജീവിതമല്ല. അതുകൊണ്ട് പരസ്പരം ബഹുമാനത്തോടു കൂടി വർത്തിച്ചുകൊണ്ടും പരസ്പരം ആലോചിച്ചുകൊണ്ടും ഒക്കെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാധിപത്യ പ്രവണതകൾ മാറ്റി കുടുംബജീവിതത്തിൽ കുറച്ചുകൂടി പങ്കുവയ്ക്കുന്ന മനസ്സ് സ്വന്തമാക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. ഇനി മൂന്നാമത്തെ കാര്യമാണ് പരസ്പരം അംഗീകരിക്കുക. ആലോചനയും ആദരവും അംഗീകാരവും. എന്താണ് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ? ഓരോ വ്യക്തിക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങളും അവരുടേതായ ജോലികളും ഉണ്ട്. അതിനെ ഒന്ന് മനസ്സിലാക്കി അംഗീകരിച്ച് സമ്മതിച്ച് ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചിലർ പറയാറുണ്ട്, നീ എന്നെ ഇവിടെ കാണിച്ചേ, ഇച്ചിരി കഞ്ഞിയും കറിയും വെക്കും, അതല്ലേ ഉള്ളൂ അല്ലേ? രാവിലെ 5 മണി തൊട്ട് വൈകുന്നേരം 11 മണി വരെ നിർത്താതെ നമ്മൾ ഓടുന്നുണ്ട്. പക്ഷേ അവസാനം കേൾക്കുന്ന എന്താണ്? നീ എന്നാ കുറച്ച് കഞ്ഞിയും കറിയും വെക്കും, അതിനെണ്ണ അതിന് മാത്രം കാര്യം. ആരും അംഗീകരിക്കുന്നില്ല. ചേട്ടൻ്റെ ഒരുപാട് കാര്യങ്ങളെല്ലാം പോയി ചെയ്ത് വന്നു കഴിയുമ്പോൾ ചേട്ടത്തി തന്നെ ചോദിക്കുന്നത്, എവിടെ പോയി കിടക്കുമായിരുന്നു ഇത്രയും സമയം അല്ലേ? ഒരു ദിവസം ഇച്ചിരി താമസിച്ച ഉടനെ വരുന്ന പാടെ ചോദ്യമാണ്, എവിടെ പോയി കിടക്കുമായിരുന്നു ഇത്രയും സമയം? ഒറ്റ ചോദ്യത്തിന് അതുവരെ ചെയ്തതെല്ലാം പോയി. അപ്പം അതുകൊണ്ട് അംഗീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്ന് ചെയ്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ പുച്ഛിക്കാതെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അംഗീകരിക്കുക. ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്ന് കാണാനും അതൊന്ന് കണ്ടുകൊണ്ട് നീ ഒന്ന് മടുത്തോ, വിഷമമുണ്ടോ, സഹായിക്കണോ, ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി. അതാണ് അംഗീകരിക്കുക എന്ന് പറയും. അല്ലെങ്കിൽ മടുത്തു മനുഷ്യർ ഒന്നും അംഗീകരിക്കുന്നില്ലെങ്കിൽ വിചാരിച്ചും കിടന്ന് എല്ലാ ദിവസവും കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആളുകൾ ആരും അതൊന്നും അംഗീകരിക്കുന്നില്ല. അച്ഛൻ ചെയ്യുന്നൊന്നും ശരിയല്ല. അച്ഛൻ പിന്നെ ചെയ്യുമോ? വേണ്ട, ഈ കൊച്ചിന് ഈ കഞ്ഞി മതി, ഞാൻ നിർത്തി എന്ന് പറഞ്ഞ് അച്ഛൻ പോകും അല്ലേ? അപ്പോൾ അംഗീകാരം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഉണ്ടായി കിടക്കുന്ന കൊച്ചു മുതൽ കുഴിയിലോട്ട് കാലിൽ നീട്ടിയിരിക്കുന്ന ആൾ വരെ അംഗീകാരം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അത് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ട്. അതാണ് സ്നേഹത്തിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഷെയറിംഗ് ആണ് അംഗീകരിക്കുക പരസ്പരം എന്ന് പറയുക. വലതുകരമേത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ അംഗീകരിക്കുമ്പോഴാണ് പരസ്പരം അഭിനന്ദിക്കാനായിട്ട് പറ്റുക. അഭിനന്ദിക്കുക കുടുംബജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ദമ്പതികളും അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും ഒക്കെ പരസ്പരം അഭിനന്ദനങ്ങൾ പറയണം, നല്ല കാര്യങ്ങൾ പറയണം. കുടുംബജീവിതം പലപ്പോഴും ബുദ്ധിമുട്ടിലായിട്ട് അല്ലെങ്കിൽ തകർച്ചയിലായി വരുന്ന ദമ്പതികൾക്ക് കൊടുക്കുന്ന ആദ്യത്തെ എക്സസൈസ് എന്താണെന്നറിയോ? ഭാര്യയോട് പറയും, ഭർത്താവിൻ്റെ ഒരു 5 നന്മകൾ കണ്ടു പറഞ്ഞെന്ന് പറയും. അപ്പോൾ അവർ 1 പറയും, 2 പറയും, 3-ാമത്തെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും പിന്നെ ബുദ്ധിമുട്ടാണ്. 4, 5 ഒന്നും പറയാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. 5 നന്മകളൊന്നും കണ്ടുപിടിക്കാൻ വലിയ വിഷമമാണ് ഭർത്താവിനെ കുറിച്ച്. എന്നാൽ ഭർത്താവിനോട് ചോദിക്കുകയാണ്, ഭാര്യയുടെ ഒരു 5 നന്മ പറഞ്ഞേ. ഒരെണ്ണം കണ്ടുപിടിക്കാൻ പാടാണ്.
പുള്ളി പറയും നല്ല കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതും കൃത്യമല്ല. ആകെ ഒരു നന്മയുള്ളത് നല്ല കറിയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഒരു നന്മ കണ്ടെത്താനായിട്ടില്ല. കാരണം എന്താണ്? ഒരിക്കലും ഒരു നന്മയും നോക്കാറില്ല. ഇവിടെ പ്രേമിച്ചിട്ടുള്ളവരിപ്പുണ്ടോ? എൻ്റെ ഒരു സമ്മതിക്കല്ലേ? നിങ്ങൾ പഴയ മനുഷ്യരല്ലേ? ഞാൻ ഈ മാരേജ് കോഴ്സിനൊക്കെ പിള്ളേരോട് ചോദിക്കുമ്പോൾ എല്ലാവരും കൈവെക്കും. ഞങ്ങളെല്ലാവരും പ്രേമിച്ചിട്ടുള്ളവരാണ്. അവർക്കൊരു മടിയില്ല. അപ്പോൾ അവരോട് ചോദിച്ചാൽ അവർ പറയും ഈ പ്രേമിക്കുന്നവർ പരസ്പരം നന്മയെ പറയുള്ളൂ. അല്ലേ? എൻ്റെ ചക്കരെ നീ എന്ത് സുന്ദരിയാണ്, പല്ല് മുഴുവൻ ഇങ്ങനെ ഇരിക്കുന്നത്, പക്ഷേ ഭയങ്കര സുന്ദരിയാണ്. അപ്പോൾ പരസ്പരം പ്രേമിക്കുന്നവരെല്ലാം നന്മയെ പറയുള്ളൂ, നല്ലതേ പറയുള്ളൂ, അഭിനന്ദിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ദമ്പതികൾക്ക് അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ പരസ്പരം ഉണ്ടാകേണ്ടത്. എന്താണ്? പരസ്പരം കലവറയില്ലാതെ നന്മകൾ കാണാനും അത് പറയാനും പഠിക്കണം. നമ്മുടെ മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പിശുക്ക് എന്തിനാണെന്നറിയാമോ? ഒരു നല്ല വർത്തമാനം പറയാനാണ്. ആരെക്കുറിച്ച് ഒരു നന്മയും പറയാൻ. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരു നന്മ പറയാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരുമിച്ച് ജീവിക്കും, പിന്നെ എന്നെ പറയാതിരിക്കുന്നതായിരിക്കും. പറയണം, പറഞ്ഞാൽ എന്നാ കുഴപ്പം? ചില ഏട്ടന്മാർ പറയുന്നത് ആ ഭാര്യയെ അങ്ങോട്ട് പൊക്കിയാലോ, അവളങ്ങ് പൊങ്ങിപ്പോയാലോ. അവളങ്ങ് പൊങ്ങിപ്പോയാൽ എന്നാ കുഴപ്പമിരിക്കുന്നത്? അതുകൊണ്ട് പ്രിയ ഭർത്താക്കന്മാരെ, ഭാര്യയെ നിങ്ങൾ പൊക്കിയില്ലെങ്കിൽ പൊക്കാനായിട്ട് വേറെ ആൾക്കാർ ഇവിടെ ഓൺലൈനിൽ കാത്തു നിൽപ്പുണ്ട്. മനസ്സിലായോ? അവർ ആര് പൊക്കിയാലും പൊങ്ങും. അതുകൊണ്ട് നിങ്ങൾ തന്നെ അങ്ങ് പൊക്കിക്കോ, താഴോട്ടല്ലേ പോരുന്നേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പരസ്പരം കലവറയില്ലാതെ അഭിനന്ദിക്കുക എന്നുള്ളത് സ്നേഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. വെറുതെ നമ്മൾ പുകഴ്ച പറയാന്നുള്ളതല്ല. നന്മകൾ കണ്ട് എല്ലാ ദിവസവും നമ്മൾ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ട്, അല്ലേ? ഒരു നല്ല ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലെങ്കിലും ഒരു നല്ല വാക്ക് പറയാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ഈ 5-6 മണിക്കൂർ ഈ മേക്കപ്പിന് വേണ്ടി എന്തിനാ സമയം കളയുന്നത്? ആരെങ്കിലും ഒരു നല്ല വാക്ക് പറയാൻ വേണ്ടിയില്ല, പക്ഷെ പറയാറുണ്ടോ? അല്ലേ? ഓരോ ദിവസവും ഓരോ സാരി മാറി മാറി നോക്കുകയാണ്, ഏതാ ഇടണ്ടേ, അല്ലേ? 15 മിനിറ്റ് ഇത് സെലക്ഷൻ തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് ആരെങ്കിലും ഒരു വാക്ക് പറയാറുണ്ടോ? ഇന്ന് എടുത്തത് സൂപ്പറാന്ന് ഒന്ന് പറഞ്ഞാൽ എന്നാ കുഴപ്പമിരിക്കുന്നത്? അപ്പം അതുകൊണ്ട് നമ്മൾ പരസ്പരം ഒന്ന് അഭിനന്ദിക്കുക. ചേട്ടൻ്റെ മീശയൊക്കെ തടവിട്ട് 2 നരയുണ്ടല്ലോ, നരയ്ക്കൊരു സൗന്ദര്യം ഉണ്ട് ചേട്ടാ എന്ന് പറയണം. ഒന്ന് അഭിനന്ദിക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ പരസ്പരം ഒന്ന് അഭിനന്ദിച്ചതുകൊണ്ട് ആർക്കും ഒരു നഷ്ടം വരാൻ പറ്റില്ല. പക്ഷേ നമ്മൾ നമ്മുടെ സ്നേഹത്തിൽ വളരും എന്നുള്ളതാണ്. അതെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്, നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ടിരിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? പെട്ടിക്കിടക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹം, അല്ലേ? അതുവരെ സ്നേഹമെല്ലാം നമ്മൾ ഇരുണ്ട അറയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എല്ലാം എന്താണ്? ഫിക്സഡ് ഡിപ്പോസിറ്റാണ്, പുറത്തടിക്കുകയില്ല, പൊട്ടിക്കാൻ പറ്റിയല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ മരിക്കാനായിട്ട് ഇനി കാത്തിരിക്കണ്ട. ഉള്ള സ്നേഹമൊക്കെ ഇപ്പോൾ അങ്ങ് പ്രകടിപ്പിക്കുന്നേ, ഒന്ന് പറയുന്നേ, ഒന്ന് നല്ലത് പറയുന്നേ, ഒന്ന് സന്തോഷിക്കട്ടെന്നേ. നല്ലത് പറയുന്ന ആൾക്ക് നല്ലതാണ്, അവരുടെ മനസ്സൊന്നറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് അഭിനന്ദനങ്ങൾ കൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തെ നിറയ്ക്കണം. അത് ഓരോ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങളിൽ മക്കൾ പറയണം, മാതാപിതാക്കൾ പറയോ അപ്പനും അമ്മയൊക്കെ നല്ല കാര്യമാണ് ചെയ്തത്. എല്ലാ ദിവസവും കൈ നീട്ടി കാശ് മേടിച്ചാൽ മാത്രം പോരാ. മക്കൾ നല്ല വർത്തമാനങ്ങൾ പറയണം, മാതാപിതാക്കളെ അഭിനന്ദിക്കണം. മക്കളും മാതാപിതാക്കളെ അഭിനന്ദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മാതാപിതാക്കളെ അഭിനന്ദിക്കണം. അവർ മക്കൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, എന്തെല്ലാം പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം പരസ്പരമുള്ള അഭിനന്ദിക്കാനായിട്ടുള്ള മാർഗങ്ങളാണ്. മനസ്സിലായോ? വീട്ടിൽ നല്ല പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ചു, അല്ലേ? പിള്ളേരെ ചെയ്തെങ്കിൽ പിള്ളേരെ അഭിനന്ദിക്കുന്നു, ഭാര്യ ചെയ്തെങ്കിൽ ഭാര്യ അഭിനന്ദിക്കുന്നു, ഭർത്താവ് നല്ലൊരു കാര്യം അവിടെ ചെയ്യുന്നു, നല്ലൊരു കൺസ്ട്രക്ഷൻ നടത്തി, ഭാര്യ പറയണം നന്നായിരിക്കുന്നുണ്ട്, ഇത്രയും നല്ല ഭാവനയൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അഭിനന്ദിക്കണം. അപ്പം അതുകൊണ്ട് ഈ അഭിനന്ദനം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഊഷ്മളതയും വിനിമയവും നടത്തുന്ന ഏറ്റവും നല്ല ഷെയറിംഗ് ആണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബജീവിതത്തിൽ പരസ്പരമുള്ള ഈ ഷെയറിംഗ് പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്ന ഇതാണ്. പരസ്പരം ഭാരങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കുമെന്ന് പൗലോസ് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 11:11 പറയാണ്, ഭർത്താവും ഭാര്യയും പരസ്പരം കർത്താവിൽ ആശ്രയിക്കുന്നവരാണ്. എല്ലാവരും സ്വന്തം അങ്ങ് ജീവിക്കുന്നവരല്ല, പിന്നെയോ പരസ്പരം കർത്താവിൽ ആശ്രയിക്കുന്നവരാണ്. നിങ്ങൾ പരസ്പരം ആശ്രയിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിലാണ്. അതുകൊണ്ട് പരസ്പരം ആശ്രയിച്ചുകൊണ്ടും
പങ്കുവെച്ചുകൊണ്ടും സ്നേഹത്തിൽ ആഴപ്പെടാനായിട്ട് വചനം ആവശ്യപ്പെടുന്നുണ്ട്. 1 കൊരിന്തോസ് 7:1 മുതലുള്ള വാക്യങ്ങളിൽ പരസ്പരമുള്ള ദാമ്പത്യ ധർമാനുഷ്ഠാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദമ്പതികളുടെ പരസ്പരമുള്ള ശാരീരിക സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കൽ നിങ്ങൾ വായിച്ചുകൊള്ളുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയെല്ലാം ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള ലയം, കുടുംബജീവിതത്തിലെ ഊഷ്മളമായ സ്നേഹത്തിൻ്റെ ലയം ദൈവത്തിൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആനന്ദമാണ്. ഈ ആനന്ദം കണ്ടെത്താൻ വേണ്ടിയാണ് ദൈവം ഒരു കുടുംബത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഒരു കുടുംബത്തെ രൂപപ്പെടുത്തി എന്ന് പറയുമ്പോൾ പലർക്കും അറിഞ്ഞുകൂടും. ഇപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് മനുഷ്യൻ ഏകനായി നല്ലതല്ല എന്ന് കണ്ടു ദൈവം തന്നെ ചേർന്ന ഇണയെ ചേർത്ത് കൊടുക്കുകയാണ്, അല്ലേ? ആദത്തിന് ചേർന്ന ഇണയെ ദൈവം കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. അപ്പോൾ ഹവ്വായെ മുന്നേ കൊണ്ടുകഴിഞ്ഞപ്പോൾ ആദം എന്താണ് പറഞ്ഞത്? ആദ്യം എന്താ പറഞ്ഞേ? ഇതെൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും. ആദ്യത്തെ ആഴ്ചയിൽ അസ്ഥിയുടെ അസ്ഥി, രണ്ടാമത്തെ ആഴ്ചയിൽ ഗുസ്തിയുടെ ഗുസ്തി. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആഗ്രഹവും ദൈവത്തിൻ്റെ സ്വപ്നവും ദൈവത്തിൻ്റെ പദ്ധതിയുമാണ് ഓരോ കുടുംബവും. പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചത് മനുഷ്യനായിട്ട് വേർപെടുത്തരുത്. ദൈവം യോജിപ്പിച്ചത് നിങ്ങളുടെ മനസ്സുകളെയാണ്, നിങ്ങളുടെ സ്നേഹത്തെയാണ്. ഇപ്പം ദൈവം സ്നേഹത്തിൽ യോജിപ്പിച്ചെങ്കിൽ ആ സ്നേഹം നഷ്ടപ്പെടുമ്പോൾ ആ യോജിപ്പ് നഷ്ടപ്പെടും. അതാണ് സ്നേഹത്തിൻ്റെ ആനന്ദം. അപ്പോൾ സ്നേഹം നഷ്ടപ്പെടുമ്പോൾ യോജിപ്പ് പോകുന്നു, ആനന്ദം പോകുന്നു. അതുകൊണ്ട് കുടുംബത്തിൽ യഥാർത്ഥ സ്നേഹത്തിൻ്റെ വിവിധ ഭാവങ്ങളെ നന്നായിട്ട് ആവിഷ്കരിക്കാനുള്ള നല്ല തീരുമാനം നമുക്ക് കൈക്കൊള്ളാം. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് നമുക്ക് ഓർക്കാം. സ്നേഹം ഓരോ ദിവസവും വചനം മാംസം ധരിക്കുന്ന പോലെ നമ്മുടെ പ്രവൃത്തികളിലൂടെ പ്രകടിപ്പിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമുക്കിടയാക്കട്ടെ.